Dear students, welcome back to Sapphire Future Academy Board Booster Series. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ DNA കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് DNA ജനറ്റിക് മെറ്റീരിയൽ ആണെന്നും പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മൾ എന്താണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ DNA ഇൻവോൾവ് ചെയ്യുന്ന കുറേ സെല്ലിലെ കുറേ ഫങ്ഷൻസ് ആണ്. അപ്പം അതിൽ നമ്മൾ ആദ്യം നമ്മുടെ DNA ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് DNA എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാ പറഞ്ഞേ, റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. ഒപ്പം തന്നെ DNA എന്തിനെ ഇൻവോൾവ് ചെയ്യും, പ്രോട്ടീൻ സിന്തസിസിനും ഇൻവോൾവ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അപ്പോൾ DNA എന്ത് ചെയ്യാൻ പറ്റും, പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം DNA എന്ത് ചെയ്യാം, റിപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ DNA ഇൻവോൾവ് ചെയ്യുന്ന ഫങ്ഷൻസും DNA ആയിട്ട് റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഈ DNA സ്റ്റാർട്ട് ചെയ്യുന്നേക്കാളും മുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു DNA ആണ് എന്ത്, സ്റ്റേബിൾ ആണ് അല്ലേ, ലെസ് റിയാക്റ്റീവ് ആണ്, ലെസ് മ്യൂട്ടബിൾ ആണ്. അപ്പം അതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ഓർഗാനിസത്തിൽ എന്താണ് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പം എന്താണ് RNA ജനറ്റിക് മെറ്റീരിയൽ അല്ല എന്നല്ല പറയുന്നത്. RNA എന്താണ് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കുറവാണ്. അതിനുള്ള റീസൺസും പറഞ്ഞു നമ്മൾ അല്ലേ കഴിഞ്ഞ ദിവസം. യുറാസിലാണ്, അതുപോലെ തന്നെ OH പ്രസൻസ് അതൊക്കെ പറയും. അപ്പം നമുക്ക് എന്താണ്, അപ്പം നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് RNA നമ്മളൊന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, DNA പ്രോപ്പർട്ടീസിലേക്ക് പോകാം. അപ്പം നോക്കിയാൽ ഇവിടെ RNA നമ്മുടെ ആദ്യം നമ്മൾ പറയുന്നത് ഫസ്റ്റ് നമ്മൾ പ്രോട്ടീൻ ആണോ RNA ആണോ DNA ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അല്ലെ എല്ലാ സയന്റിസ്റ്റിനെയൊക്കെ. നെക്സ്റ്റ് എന്ത് ചെയ്തു, DNA ആണെന്ന് പ്രൂവ് ചെയ്തു. പക്ഷെ അറ്റ് ദ സെയിം ടൈം RNA എന്താണ്, രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് RNA. ഒരു പ്രോപ്പർട്ടി എന്താണ്, RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മെജോറിറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എങ്ങനെയായിരുന്നു, മേജർ ഓർഗാനിസത്തിൽ ആരാണ്, DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. പക്ഷെ RNA ജനറ്റിക് മെറ്റീരിയൽ ആണ്, പക്ഷെ വളരെ കുറച്ച് ഓർഗാനിസത്തിലേ ഉള്ളൂ. അതിനൊരു പേരും പറഞ്ഞായിരുന്നു, എന്തിലായിരുന്നു, വൈറസിൽ. അപ്പൊ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസിനൊരു വെരി കോമൺലി നോൺ ആസ് റിട്രോ വൈറസ് എന്ന് പറയും. റിട്രോ വൈറസ് ഫോർ എക്സാമ്പിൾ പറഞ്ഞു പോളിയോ, HIV വൈറസ് ഒക്കെ കൊടുക്കാം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള RNA ഫംഗ്ഷൻ എന്താണ്, പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഒപ്പം തന്നെ എന്താണ്, RNA കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്താ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻസൈമാറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കും. അപ്പൊ നോക്കിക്കേ, നമ്മൾ RNA ഇപ്പൊ നമ്മൾ എന്താണ് ഫസ്റ്റ് ഫോം ചെയ്ത ജനറ്റിക് മെറ്റീരിയൽ എന്താന്ന് പറയുന്നത്, DNA അല്ല, RNA ആണ്. RNA തന്നെയാണ്. പക്ഷെ RNA എന്തായിരുന്നു, കുറച്ചുകൂടി അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആവാനുള്ള കാരണം നമ്മൾ പറഞ്ഞു കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടീസ് കൂടുതലാണ്, ലെസ് റിയാക്റ്റീവ് ആണ് അല്ലെ, അങ്ങനെയുള്ള റീസൺസ്. പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് അതിന് എന്ത് വരിക, ചേഞ്ചസ് വരിക. അപ്പൊ അതുകൊണ്ട് RNA എന്ത് ഫോം ചെയ്തു എന്നാ പറയണത്, DNA ഫോം ചെയ്തു. അപ്പൊ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ RNA ആയിരുന്നു, RNA തന്നെയാണ്. പക്ഷെ മേജർ ഓർഗാനിസത്തിലെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്, DNA ആണ്. കാരണം RNA അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അതിന് എന്ത് വന്നു, ചേഞ്ചസ് വന്നിട്ട് എന്ത് ചെയ്തു, DNA ജനറ്റിക് മെറ്റീരിയൽ ആയി. അപ്പൊ എന്താണ്, പക്ഷെ RNA എന്താണ്, RNA എന്നാലും എന്ത് ചെയ്യും, ചില വൈറസിൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ്, അതിനെ കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ റൈബോ എൻസൈംസ് എന്ന് പറയും, അല്ലെങ്കിൽ റൈബോസൈംസ് എന്ന് ഷോർട്ടായിട്ട് പറയും. അപ്പൊ നമുക്ക് എന്താണ് ഈ RNA നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. 3 ടൈപ്പ് RNAs ഉണ്ട്. ഏതൊക്കെയാ, mRNA, tRNA ആൻഡ് rRNA. 3 ടൈപ്പ് RNAs ആണ്, mRNA, tRNA ആൻഡ് rRNA. mRNA ദാറ്റ് മീൻസ് മെസ്സഞ്ചർ RNA എന്ന് പറയും. mRNA is the messenger RNA. This one is called transfer RNA and this one is called ribosomal RNA. അപ്പൊ മെസ്സഞ്ചർ RNA എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, മെസ്സേജ് കൊണ്ടുപോകുന്ന ആൾക്കാർ അല്ലെ. എന്തിനുള്ള മെസ്സേജ് ആണ്, നമ്മുടെ DNA പ്രോട്ടീൻ സിന്തസിസിനുള്ള മെസ്സേജ് കൊണ്ടുപോകുന്ന RNAs ആണ് ആര്, മെസ്സഞ്ചർ RNA. DNA മെസ്സേജ് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് എന്ത്, മെസ്സഞ്ചർ RNA. എന്തിനുള്ള മെസ്സേജ് ആണ് കൊണ്ടുപോകുന്നത്, പ്രോട്ടീൻ സിന്തസിസിനുള്ള മെസ്സേജ് കൊണ്ടുപോകുന്ന RNA എന്താണ്, mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA. ഇനി ട്രാൻസ്ഫർ RNA എന്ന് വെച്ചാൽ അർത്ഥം, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഈ പ്രോട്ടീൻ സിന്തസിസിനുള്ളത്. mRNA എന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്, പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അമിനോ ആസിഡ്സ് വേണം. നമ്മൾ +1 പഠിച്ചതാണ് പ്രോട്ടീൻസ് that is made up of amino acids അല്ലേ. അപ്പോൾ ഈ പ്രോട്ടീൻ സിന്തസിസിനുള്ള അമിനോ ആസിഡ്സ് ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് ആരെ ക്യാരി ചെയ്യുന്നത്,
അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്ന ആരാണ് നമ്മുടെ ട്രാൻസ്ഫർ RNA. അപ്പോൾ പ്രോട്ടീൻ സിന്തസിനുള്ള മെസ്സേജ് കൊണ്ടുപോകുന്ന RNA മെസ്സഞ്ചർ RNA, അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്ന RNA എന്താണ്? ട്രാൻസ്ഫർ RNA. ഇനി ഒരു RNA കൂടി എന്താണ്? റൈബോസോമൽ RNA എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റൈബോസോമിൽ പ്രസന്റ് ആയിട്ടുള്ള RNAs അല്ലെങ്കിൽ നമ്മൾ റൈബോസോംസിൽ പ്രോട്ടീന്റെ സിന്തസിന് ഹെൽപ്പ് ചെയ്യുന്ന RNA ആണ്. ഒപ്പം തന്നെ എന്താണ്? കണ്ടോ, ഇതാണ് നമ്മുടെ റൈബോസോമിന്റെ സ്ട്രക്ചർ. ഇതെന്തായിരിക്കും? ലാർജ് സബ് യൂണിറ്റ് ആണ്. ഇതെന്താണ്? സ്മോൾ സബ് യൂണിറ്റ് ആണ്. കണ്ടോ, അപ്പൊ റൈബോസോംസ് മേഡപ്പ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? RNA പ്ലസ് പ്രോട്ടീൻസ് ആണ്. അപ്പൊ റൈബോസോമിൽ കാണുന്ന RNA ആണ് എന്ത്? റൈബോസോമൽ RNA. മെസ്സേജ് കൊണ്ടുപോകുന്ന RNA മെസ്സഞ്ചർ RNA. ട്രാൻസ്ഫർ ചെയ്യുന്ന RNA എന്താണ്? ട്രാൻസ്ഫർ RNA. അപ്പൊ ട്രാൻസ്ഫർ RNAയുടെ ഷേപ്പാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. ക്ലോവർ ലീഫ് മോഡൽ എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മുടെ RNAയുടെ, ഏത് RNA ആണ്? ട്രാൻസ്ഫർ RNAയുടെ ഷേപ്പ്. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? അതിന് ഇപ്പൊ നമ്മുടെ പോലെ ലിംസ് ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് അമിനോ ആസിഡ്സിനെ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഒരു ബോണ്ട് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് അമിനോ ആസിഡ്സിനെ എവിടേക്ക് കൊണ്ടുവരുന്നത്? പ്രോട്ടീൻ സിന്തസിന് വേണ്ടി ക്യാരി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ RNA ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏതാണ്? 3 types of RNA: മെസ്സഞ്ചർ RNA, ട്രാൻസ്ഫർ RNA ആൻഡ് റൈബോസോമൽ RNA. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മുടെ മോളിക്കുലർ ബേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. അപ്പൊ ഇത് പ്രൊപ്പോസ് ചെയ്ത ആളാരാണ്? നമ്മൾ ഫ്രാൻസിസ് ക്രിക്ക്. നിങ്ങൾക്ക് അറിയാം അല്ലെ? നമ്മളേതാണ്? വാട്സൺ ആൻഡ് ക്രിക്ക് മോഡലാണ് നമ്മുടെ എന്ത്? അവരാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. അപ്പൊ അതിലെ ഫ്രാൻസിസ് ക്രിക്ക് ആണ് എന്ത് പ്രൊപ്പോസ് ചെയ്തത്? സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി. അപ്പൊ എന്താ സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാല് നമ്മളൊരു ഡയഗ്രമാറ്റിക് വേയില് ഒന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ജനറ്റിക് ഇൻഫോർമേഷന്റെ ട്രാൻസ്ഫർ എവിടെ നിന്ന് എവിടേക്കാണ്? DNA ഈ mRNAയിലേക്ക്. അവിടെ നിന്ന് എവിടേക്കാണ്? നമ്മുടെ പ്രോട്ടീൻസ്. ഇപ്പൊ നമ്മളിവിടെ RNA എന്നുള്ളത് ഏത് RNA ആണിത്? mRNA ആണ്. അപ്പൊ mRNAയിലേക്ക്, അതായത് നമ്മുടെ ജനറ്റിക് ഇൻഫോർമേഷന്റെ ഒരു ഫ്ലോയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത് സെൻട്രൽ ഡോഗ്മയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഫോമിൽ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ DNA ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡയഗ്രമാറ്റിക് വേയിൽ കൊടുക്കും. അപ്പൊ നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ത്രൂ ഏതിലൂടെയാണ്? DNA, mRNA, ദെൻ പ്രോട്ടീൻ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഈ സെൻട്രൽ ഡോഗ്മ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. കണ്ടോ, DNA എന്ന് എന്ത് ചെയ്യുവാണ്? പുതിയൊരു DNA സ്ട്രാൻഡ് ഫോം ചെയ്യും. എക്സിസ്റ്റ് ചെയ്യുന്ന DNA ഒരു പുതിയ DNA സ്ട്രാൻഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിപ്ലിക്കേഷൻ. റിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അതാണ് നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തത്. ഈ ആരോ മാർക്കിന്റെ ഉദ്ദേശം എന്താ? DNA ഫോം ചെയ്യുക. ഇനി DNA എന്ത് ഫോം ചെയ്യുവാണ്? mRNA ഫോം ചെയ്യും. mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ ട്രാൻസ്ക്രിപ്ഷൻ. എന്തിനാ mRNA ഫോം ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ ഓരോ സമയത്തും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ഹീമോഗ്ലോബിൻ പ്രോട്ടീൻസ് ആണ് അല്ലെ? അതുപോലെ ആന്റിബോഡീസ് പ്രോട്ടീൻസ് ആണ്. നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് മോളിക്യൂൾസ് പ്രോട്ടീൻസ് ആണ്. എൻസൈംസ് പ്രോട്ടീൻസ് ആണ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ ഓരോ സമയത്തും ഏതൊക്കെ പ്രോട്ടീൻസ് ഫോം ചെയ്യണമെന്ന് ആരാ ഡിറ്റർമിൻ ചെയ്യുക? DNA ഡിറ്റർമിൻ ചെയ്യും. അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് mRNA ഫോം ചെയ്യും. ഈ mRNAയിൽ ഒരു കോഡഡ് ലാംഗ്വേജിൽ ഇൻഫോർമേഷൻ ഉണ്ട്. ആ ഇൻഫോർമേഷൻ റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യും. അപ്പോൾ mRNA ഫോം ചെയ്യുന്നതിന് എന്ത് പറയും? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ദെൻ mRNA പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതിന് എന്ത് പറയും? ട്രാൻസ്ലേഷൻ. അപ്പോൾ ഈ റെപ്രസെന്റേഷനെ പറയുന്ന പേരാണ് സെൻട്രൽ ഡോഗ്മ. പ്രൊപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ഫ്രാൻസിസ് ക്രിക്ക്. അപ്പൊ നമുക്ക് ഇത് പഠിക്കുമ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ എൻസൈംസിന്റെ പേരും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. നമ്മുടെ DNA പുതിയ DNA സ്ട്രാൻഡ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് DNA സിന്തസിസ് അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിക് ആസിഡിന്റെ സിന്തസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്താണ്? പോളിമെറൈസ് എൻസൈം ആണ്. പോളിമെറൈസ്. അപ്പൊ നമുക്ക് ഇവിടെ എൻസൈം എന്ത് കൊടുക്കാം? എന്താണോ ഫോം ചെയ്യുന്നത് അതിന്റെ കൂടെ എന്ത് കൊടുക്കണം? പോളിമെറൈസ്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? DNA പുതിയ DNA സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത് കൊണ്ട് എൻസൈം എന്തായിരിക്കും? DNA പോളിമെറൈസ്. ഇനി ഒപ്പം തന്നെ എന്താണ്? എവിടെ നിന്നാണ് ഫോം ചെയ്യണേന്ന് നോക്കുക. എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? DNA തന്നെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ നെയിം ഇങ്ങനെയാണ്: DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. എവിടെ വരുന്ന എൻസൈം ആണ്? നമ്മുടെ റിപ്ലിക്കേഷന്റെ എൻസൈം. അപ്പൊ റിപ്ലിക്കേഷന്റെ എൻസൈം എന്താണ്? എന്താണോ ഫോം ചെയ്യണേ
അതിനെന്ത് കൊടുക്കുക? പോളിമറൈസ്. അപ്പൊ എന്താ ഫോം ചെയ്യുന്നത്? ഇവിടെ DNA ഫോം ചെയ്യും. അപ്പൊ എൻസൈം എന്ത് കൊടുക്കണം? DNA പോളിമറൈസ്. എവിടെ നിന്നാണോ ഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് കൊടുക്കുക? ഡിപ്പെൻഡന്റ് കൊടുക്കുക. അപ്പൊ എന്താ കൊടുക്കേണ്ടത്? DNA ഡിപ്പെൻഡന്റ്, DNA പോളിമറൈസ്. ഇനി എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന എൻസൈം ഇവിടെ എന്താ? ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷന്റെ എൻസൈം എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കിയോക്കെ. DNA എന്താ ഫോം ചെയ്യുന്നത്? RNA. അപ്പൊ എന്ത് കൊടുക്കണം നമ്മൾ പേര്? RNA പോളിമറൈസ്. ഇനി അറ്റ് ദ സെയിം ടൈം നോക്കുക എന്താണ്? എവിടെ നിന്നാണ് ഫോം ചെയ്യണേ നോക്കുക. എവിടെ നിന്നാണ് ഫോം ചെയ്യണത്? DNA. അപ്പൊ നമ്മുടെ ഫുൾ നെയിം കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. അപ്പൊ അതിന്റെ കൂടെ ആ എൻസൈമും കൂടി ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നുള്ളൂ. ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്താണ്? ഇതാണ് നമ്മുടെ സെൻട്രൽ ഡോഗ്മ. എന്താ സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ DNA പുതിയ DNA സ്ട്രാൻഡ് ഫോം ചെയ്യും. ഈ പ്രോസസ്സിന് എന്ത് കൊടുത്തു? റിപ്ലിക്കേഷൻ. DNA mRNA ഫോം ചെയ്യും. ഏതാ പ്രോസസ്സ്? ട്രാൻസ്ക്രിപ്ഷൻ. mRNA എന്ത് ചെയ്യുവാണ്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻ. അത് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഏതാണ്? ഫ്രാൻസിസ് ക്രിക്ക്. നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്കിലെ ഫ്രാൻസിസ് ക്രിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നമ്മുടെ DNA ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ റിപ്ലിക്കേഷൻ പറഞ്ഞു. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെൻട്രൽ ഡോഗ്മ തന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് കൊടുത്തിരിക്കുവാണ്. ഒന്നുകൂടി ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DNA പുതിയ DNA സ്ട്രാൻഡ് ഫോം ചെയ്യുവാണെങ്കിൽ പ്രോസസ് ഏതാണ്? റിപ്ലിക്കേഷൻ. എൻസൈം ഏതാണ്? DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. ഇനി നമുക്ക് നോക്കിക്കേ, നെക്സ്റ്റ് വരുന്ന ഭാഗം ഏതാണ്? DNA എന്ത് ഫോം ചെയ്യുവാണ്? mRNA ഫോം ചെയ്യും. mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷന്റെ എൻസൈം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദാറ്റ് ഈസ് അഗൈൻ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. ഇനി നമുക്ക് എന്താണ്? ഈ RNA എന്ത് ഫോം ചെയ്യുവാണ്? പ്രോട്ടീൻ ഫോം ചെയ്യും. ഓൾറെഡി നമ്മൾ പറഞ്ഞു ട്രാൻസ്ലേഷൻ. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടി എക്സ്ട്രാ നമ്മളിവിടെ പറയുന്നുണ്ട്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസിനെ പറയുന്ന പേരാണ് എന്ത്? റിട്രോ വൈറസ് എന്ന് പറയും. റിട്രോ വൈറസ്. എന്താ റിട്രോ വൈറസ് എന്ന് പറഞ്ഞാൽ? ദ വൈറസ് ഇൻ വിച്ച് RNA ഇസ് ദി ജനറ്റിക് മെറ്റീരിയൽ. റിട്രോ വൈറസ് എന്ന് പറഞ്ഞാൽ ദ വൈറസ് ഇൻ വിച്ച് ഏതാണ് ജനറ്റിക് മെറ്റീരിയൽ? RNA ആണ് ജനറ്റിക്. RNA ദാറ്റ് ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? RNA വരും അല്ലെ? അപ്പൊ RNA എന്ത് ചെയ്യും? നേരിട്ട് പിന്നെ mRNA ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? RNA എന്ത് ചെയ്യും? DNA ഫോം ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യാ? ഈ DNA പിന്നെ എന്ത് ഫോം ചെയ്യും? mRNA ഫോം ചെയ്യും. DNA mRNA ഫോം ചെയ്തു. mRNA എന്ത് ഫോം ചെയ്യുവാണ് ഇവിടെ? പ്രോട്ടീൻ സിന്തസൈസിങ്. അപ്പൊ ഇവിടെ ഇത്രയും സ്റ്റെപ്സ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ? ഇതെന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ആണ്. പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് മാത്രം നമ്മളിവിടെ അഡീഷണൽ പറയുന്നത്. എന്താ പ്രത്യേകത? ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ RNA ആയതുകൊണ്ട് എന്ത് വേണം? നേരെ RNA ആദ്യം DNA ഫോം ചെയ്യണം. അപ്പൊ എന്താണ് ഈ പ്രോസസ്? എന്തായിരുന്നു നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ? എന്തായിരുന്നു? DNA RNA ഫോം ചെയ്യും. RNA എന്ന് വെച്ചാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? mRNA ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ mRNA ഏത് RNA വേണമെങ്കിലും വരാം. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? mRNA ആണ് അല്ലെ? അപ്പൊ DNA RNA ഫോം ചെയ്യുവാണെങ്കിൽ ആ പ്രോസസ്സിന് എന്ത് പറയും? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. പക്ഷെ ഇവിടെ എന്താ? ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് അല്ലേ നടക്കുന്നേ. അപ്പൊ റിവേഴ്സ് നടക്കുമ്പോൾ ഇവിടെ എൻസൈമിന്റെ പേര് നമ്മൾ എന്ത് കൊടുക്കണം? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയും. അപ്പൊ ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് അതിന് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും അല്ലെ? അപ്പൊ അതിന് നമ്മൾ എന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോലെയുള്ള ഒരു എൻസൈമ വേണ്ട. പക്ഷെ ഇവിടെ നമ്മൾ ആ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈംസിനെ പറയുന്ന പേരെന്താണ് ശരിക്കും? നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സ്ട്രാറ്റജീസ് ഒന്ന് എടുത്തു നോക്കുക. എങ്ങനെയാണ്? എന്താണോ ഫോം ചെയ്യുന്നത് ഇവിടെ? DNA. അപ്പൊ DNA കൂടെ എന്ത് കൊടുക്കണം? DNA പോളിമറൈസ്. എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? RNA. അപ്പൊ എന്താ കൊടുക്കണ്ടേ? RNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. അപ്പൊ നമുക്ക് 3 എൻസൈംസ് ആണ് ഇവിടെ ഒന്നുകൂടി പറയുന്നത്. നമ്മൾ എന്താണ്? റിപ്ലിക്കേഷൻ എൻസൈം, DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. DNA RNA ഫോം ചെയ്യുന്ന പ്രോസസ് ഏതാണ്?
ട്രാൻസ്ക്രിപ്ഷൻ. അതിനുള്ള എൻസൈം എന്താണ്? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. ഇനി ചില വൈറസിൽ ജസ്റ്റ് റിവേഴ്സ് നടക്കും. എന്താ റിവേഴ്സ്? ഈ RNA-ന്ന് DNA ഫോം ചെയ്യും. RNA-ന്ന് DNA ഫോം ചെയ്യുവാണെങ്കിൽ എന്താ ഫോം ചെയ്യുന്നത്? DNA. അപ്പൊ എന്താണ്? DNA പോളിമറൈസ് എവിടെ നിന്ന് ഫോം ചെയ്യും? RNA-ന്ന്. അപ്പൊ എന്താ എൻസൈം വരണ്ടേ? RNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. അപ്പൊ ഈ ഒരു പ്രോസസ്സും കൂടിയും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് കോൾഡ് സെൻട്രൽ ഡോഗ്മ. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളോട് നിന്ന് റീഡ്രോ ചെയ്യാനൊക്കെ. ഇതൊക്കെ കറക്റ്റ്, ഇതൊക്കെ റോങ് ആയിട്ട് കൊടുത്തിട്ട് നിങ്ങളോടൊന്ന് റീഡ്രോ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഇതിൽ നിന്ന് വരിക. ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ്റെ ഒക്കെ ഇപ്പം ഇവിടെയൊക്കെ ട്രാൻസ്ക്രിപ്ഷന് പകരം ട്രാൻസ്ലേഷൻ എന്ന് കൊടുക്കും, ഇവിടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നൊക്കെ കൊടുക്കും. അപ്പം നിങ്ങളോടൊന്ന് കറക്റ്റ് ചെയ്ത് റീഡ്രോ ചെയ്യാനാണ് സാധാരണ നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെൻട്രൽ ഡോഗ്മ അത് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് നമ്മൾ വൈറസിന്റെ സ്ട്രക്ചറാണ്. ഏതാണ്? നമ്മുടെ റിട്രോ വൈറസിന്റെ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ DNA-യുടെ നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാണ് DNA-യുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി? DNA റിപ്ലിക്കേഷൻ ചെയ്യും. അപ്പൊ DNA റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മൾ DNA-ന്ന് പുതിയ DNA, ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന DNA സ്ട്രാൻഡിൽ നിന്ന് പുതിയൊരു DNA സ്ട്രാൻഡ് ഫോം ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് DNA റിപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പോൾ DNA റിപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് റിപ്ലിക്കേഷൻ ഈസ് ദി കോപ്പിയിങ് ഓഫ് DNA ഫ്രം പാരന്റൽ DNA, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന DNA-ന്ന് എന്ത് ചെയ്യുവാണ്? ഒരു പുതിയ DNA സ്ട്രാൻഡ് ഫോം ചെയ്യുക. ന്യൂ DNA സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ഫ്രം ദി എക്സിസ്റ്റിംഗ് വൺ, ദാറ്റ് ഈസ് കോൾഡ് DNA റിപ്ലിക്കേഷൻ. അപ്പൊ DNA റിപ്ലിക്കേഷൻ ശരിക്കും നമ്മൾ പറയുന്നത് അതൊരു സെമി കൺസർവേറ്റീവ് മോഡ് എന്ന് പറയും. എന്തുകൊണ്ട് ഈ സെമി കൺസർവേറ്റീവ് എന്ന് പറയും? നമ്മളിപ്പോ ഇതാണ് നമ്മുടെ DNA സ്ട്രാൻഡ് എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ DNA സ്ട്രാൻഡ് എന്നുണ്ടെങ്കിൽ റിപ്ലിക്കേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ DNA സ്ട്രാൻഡ് ആദ്യം ഒന്ന് അൺവൈൻഡ് ചെയ്യും. അൺവൈൻഡ് ചെയ്യുമ്പോൾ എന്തായി? സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ട് മാറി അല്ലെ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്? ഒരു പുതിയ DNA സ്ട്രാൻഡ് ഇവിടെ ഫോം ചെയ്യും. പുതിയ DNA സ്ട്രാൻഡ് ഫോം ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പൊ എന്താണ്? ഇത് പാരന്റൽ സ്ട്രാൻഡ് ആണ്, ഇതും എന്താണ്? പാരന്റൽ സ്ട്രാൻഡ് ആണ്. പക്ഷെ ഈ യെല്ലോ കളറിൽ വരുന്ന രണ്ടും എന്ത് സ്ട്രാൻഡ് ആണ്? ന്യൂ സ്ട്രാൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സെമി എന്താ അർത്ഥം? പാർഷ്യൽ. കൺസർവ് ചെയ്യുക. ആരെ കൺസർവ് ചെയ്യുന്നത്? പാരന്റൽ സ്ട്രാൻഡിനെ അവിടെ കൺസർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്? അറ്റ് ദ സെയിം ടൈം പുതിയൊരു DNA സ്ട്രാൻഡ് ഫോം ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് DNA റിപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് എന്ന് പറയുന്നത്? നമുക്ക് ഈ DNA സ്ട്രാൻഡിൽ എന്ത് ചെയ്യും? ഈ പാരന്റൽ സ്ട്രാൻഡ് അവിടെ കൺസർവ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പുതിയത് ഫോം ചെയ്യുന്ന DNA സ്ട്രാൻഡിൽ എന്തുണ്ടാവും? ഒരെണ്ണം പാരന്റൽ, വൺ പാരന്റൽ സ്ട്രാൻഡ് ആൻഡ് വൺ ന്യൂ സ്ട്രാൻഡ്. അപ്പൊ എന്താണ്? പാരന്റൽ സ്ട്രാൻഡ് പാർഷ്യലി അതെന്ത് ചെയ്യുവാണ്? അതിനെ കൺസർവ് ചെയ്യും. അപ്പൊ നമ്മൾ DNA സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കണ്ടോ, ആ സെയിം ഡയഗ്രാം തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പൊ നമ്മൾ DNA സ്ട്രാൻഡ് ആദ്യം എന്ത് ചെയ്തു? ജസ്റ്റ് അൺവൈൻഡ് ചെയ്തു. അൺവൈൻഡ് ചെയ്തപ്പോൾ എന്താണ്? ഇവർ രണ്ടുപേരും പാരന്റൽ സ്ട്രാൻഡായി, ഇവർ രണ്ടുപേരും എന്താണ്? പുതിയ സ്ട്രാൻഡ്സ് ആയിട്ട് വരും. അപ്പൊ പുതിയ സ്ട്രാൻഡ്സ്, ഇതാണ് നമ്മൾ ന്യൂ സ്ട്രാൻഡ്. അപ്പൊ എന്താണ്? പാരന്റൽ സ്ട്രാൻഡ് പകുതി എന്ത് ചെയ്യുവാണ്? കൺസർവ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് മെയിനായിട്ട് ഈ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷനും ആര് തന്നെയാണ്? നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്ക് തന്നെയാണ് പ്രൊപ്പോസ് ചെയ്ത് നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രൊപ്പോസ് ചെയ്ത സയൻസ്. ഇഷ്ടം പോലെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്കിന്റെ. ഒപ്പം തന്നെ എന്താണ്? ഇവരാണ് എന്ത് ഡിസ്കവർ ചെയ്തത്? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ ഡിസ്കവർ ചെയ്തത്. പക്ഷെ അതിന് എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്ത സയന്റിസ്റ്റ് ആണ് മെസൽസൺ ആൻഡ് സ്റ്റാൾ. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മളൊരു 3 എക്സ്പെരിമെന്റ് പറഞ്ഞു. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ക്രിഫ്റ്റിന്റെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ്. സെക്കൻഡ് വൺ നമ്മുടെ ഹെർഷി ആൻഡ് ചേസിന്റെ എക്സ്പെരിമെന്റ്. ആൻഡ് തേർഡ് വൺ ദാറ്റ് ഈസ് മെസൽസൺ ആൻഡ് സ്റ്റാൾ. അപ്പൊ മെസൽസൺ ആൻഡ് സ്റ്റാൾ ആണ് എന്ത് ചെയ്തത്? അതിനൊരു എക്സ്പെരിമെന്റൽ പ്രൂഫ്. ഇവരാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിനെ പ്രൂഫ് കൊടുത്തത്. ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്ത സയന്റിസ്റ്റ് ആണ് മെസൽസൺ ആൻഡ് സ്റ്റാൾ. അപ്പൊ നമുക്ക് റിപ്ലിക്കേഷൻ നോക്കാം. അതിൽ എന്തുകൊണ്ടാണ് അതിന്റെ സ്റ്റെപ്സിൽ നമുക്കിവിടെ DNA റിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? സെമി കൺസർവേറ്റീവ് ആണ്. അതിന് എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്ത സയന്റിസ്റ്റ് ആരാന്നാ പറഞ്ഞത്? മെസൽസൺ ആൻഡ് സ്റ്റാൾ. അപ്പൊ മെസൽസൺ ആൻഡ് സ്റ്റാളിന്റെ എക്സ്പെരിമെന്റിന്റെ ഒരു ഔട്ട്കം ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കുക. നമുക്ക് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ എന്ത് തന്നെയാണ്? നമ്മുടെ ഈക്കോളൈ തന്നെയാണ്, എസ്ക്രീഷ്യ കൊളയിൽ തന്നെയാണ്. അപ്പൊ എസ്ക്രീഷ്യ കൊളൈനെ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഈക്കോളിനെ ആദ്യം ഒരു മീഡിയത്തിൽ കൾട്ടിവേറ്റ് ചെയ്തു. ആ മീഡിയത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ എന്താണ്?
നമ്മുടെ NH4Cl അതിനൊന്ന് ഈ എന്നിനെ എന്താക്കി മാറ്റി, ഒരു ഹെവി ഐസോട്ടോപ്പ് ആക്കി മാറ്റി. NH4Cl N15, അതായത് എന്നിനെ എന്ത് ചെയ്തു, ഒരു ഹെവി ഐസോട്ടോപ്പ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിൽ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ ഇക്കോളൈനെ എന്ത് ചെയ്യാണ്, കുറെ സമയം അതിൽ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരെ നേരെ എന്ത് ചെയ്യുവാണ്, കുറെ സമയം കുറച്ച് ജനറേഷൻ എന്ത് ചെയ്തു, ഇതിനെ ഇവിടെ N15 ഉള്ള മീഡിയത്തിൽ അതിനെ കൾച്ചർ ചെയ്തു. നെക്സ്റ്റ് ഇവർ എന്ത് ചെയ്യാൻ പോവാണ്, സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ഈക്കോളൈനെ നേരെ എന്ത് ചെയ്യുവാണ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു മീഡിയം വിച്ച് കൺസിസ്റ്റ് ഓഫ് നൈട്രജന്റെ സോഴ്സ് ഏതാണ് ഇവിടെ N14. അതായത് ഇവിടെ ഇത് ഹെവി ഐസോട്ടോപ്പാണ്, ഇതെന്താണ് ലൈറ്റ് ഐസോട്ടോപ്പാണ്. അപ്പൊ എന്ത് ചെയ്തു, ഇതിനെ നേരെ എന്ത് ചെയ്തു, അടുത്തൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഈ ഇക്കോളയിൽ എന്താ പ്രത്യേകത, ഇത് എന്താണ് റിപ്ലിക്കേറ്റ്, DNA എപ്പോഴും എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യുവാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ DNA സ്ട്രാൻഡ്സിലെല്ലാം എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, N15 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല. DNA സ്ട്രാൻഡ്സിലെല്ലാം അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇവരെയാണ് നമ്മൾ എന്ത് ചെയ്തത്, നേരെ ഏത് മീഡിയത്തിലേക്ക് മാറ്റി, N14 ഉള്ള മീഡിയത്തിൽ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ആദ്യം കണ്ടോ, ഇതാണ് നമ്മുടെ DNA സ്ട്രാൻഡ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്തു, റിപ്ലിക്കേഷന്റെ സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്, ഈ പാരന്റൽ സ്ട്രാൻഡ് രണ്ടും സെപ്പറേറ്റ് ചെയ്തു. കണ്ടോ, അപ്പൊ ഇതൊരു പാരന്റൽ സ്ട്രാൻഡ് ഇങ്ങോട്ട് വന്നു, ഇത് നേരെ ഇവിടേക്കും വന്നു. ഇനി എന്ത് ചെയ്യണം, പുതിയ DNA സ്ട്രാൻഡ് ഫോം ചെയ്യണം. പുതിയ DNA സ്ട്രാൻഡ് ഫോം ചെയ്യണമെങ്കിൽ നൈട്രജൻ എവിടെ നിന്ന് എടുക്കണം, മീഡിയത്തിൽ നിന്ന് എടുക്കണം. മീഡിയത്തിൽ എന്താ നമ്മൾ കൊടുത്തിട്ടുള്ളത്, N14 ആണ്. കണ്ടോ, അപ്പൊ നമുക്ക് എന്താണ്, ഈ പുതിയ DNA സ്ട്രാൻഡിൽ എന്താ ഉണ്ടാവുക, പുതിയ DNA സ്ട്രാൻഡ് ഫോം ചെയ്യാനുള്ള നൈട്രജൻ എവിടെ നിന്ന് എടുക്കും, മീഡിയത്തിൽ നിന്ന് എടുക്കും. അപ്പോൾ പുതിയ സ്ട്രാൻഡിൽ എന്തായിരിക്കും ഉണ്ടാവുക, N14. അതായത് ഇത് ന്യൂ സ്ട്രാൻഡ് ആണ്, ഈ ന്യൂ സ്ട്രാൻഡിൽ എന്തായിരിക്കും, N14 ആയിരിക്കും. പക്ഷേ ഓൾഡ് സ്ട്രാൻഡിൽ എപ്പോഴും എന്തായിരിക്കും, N15. ഇപ്പൊ ഇവിടെ നോക്കി, ഇതല്ല ഓൾഡ് സ്ട്രാൻഡിൽ എന്തായിരിക്കും, N15 ആയിരിക്കും. അപ്പോൾ ഈ പുതിയത് ഫോം ചെയ്ത സ്ട്രാൻഡ് ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ പുതിയത് ഫോം DNA സ്ട്രാൻഡ് എപ്പോഴും റിപ്ലിക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ നോക്കി കഴിയുമ്പോൾ എന്താണ്, ഇതിനെ നമ്മളൊന്ന് സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ. ഈ മെത്തേഡ് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടണേ നോക്കി, എന്താ പ്രത്യേകത, ഇതിന്റെ നമ്മൾ ഡെൻസിറ്റി നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനെന്താ കിട്ടിയത്, പുതിയ സ്ട്രാൻഡിൽ എന്തുണ്ട്, ലൈറ്റും ഉണ്ട് ഹെവിയും ഉണ്ട്. കാരണം ഹെവി എന്തായിരുന്നു, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. പുതിയ DNA സ്ട്രാൻഡിലായപ്പോൾ എന്ത് ചെയ്തു, ലൈറ്റും വന്നു. അപ്പൊ അതിന്റെ ഡെൻസിറ്റി നോക്കി കഴിഞ്ഞപ്പോൾ എന്താണ്, ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി ആണ്. എന്താ ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ, ലൈറ്റും അല്ല ഹെവിയും അല്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പുതിയത് വന്നപ്പോൾ അതെന്ത് ടൈപ്പ് ആയിരുന്നു, ഹൈബ്രിഡ് ആണ്. എന്തുകൊണ്ട് ഹൈബ്രിഡ് എന്ന് പറയുന്നത്, ഒരു സ്ട്രാൻഡിൽ എന്തുണ്ട്, N15 ഉണ്ട്, നെക്സ്റ്റ് പുതിയത് വന്ന സ്ട്രാൻഡിൽ എന്താണ്, N14 ആണ്. അപ്പൊ അതെന്ത് ടൈപ്പായി, ഹൈബ്രിഡ് ടൈപ്പായി. ഇനി എന്ത് ചെയ്യാണ്, ഒന്നും കൂടിയും അവരെ നമ്മൾ അലൗ ടു മൾട്ടിപ്ലൈ, ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കുക. 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് ഈ റിസൾട്ട് കിട്ടി. അഗൈൻ ഒന്നും കൂടി ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കിട്ടിയ റിസൾട്ടാണ് ഈ പറയുന്നത്. അപ്പൊ നോക്കിക്കേ, എന്താ റിസൾട്ടിന്റെ പ്രത്യേകത, നമ്മൾ DNA റിപ്ലിക്കേഷന്റെ സമയത്ത് എന്ത് ചെയ്യും, ഇതും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്യും. എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യുന്നത്, ഈ DNA സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്തു. കണ്ടോ, ഇപ്പൊ ഒരു സ്ട്രാൻഡ്, ഒരു പാരന്റൽ സ്ട്രാൻഡ് കിട്ടി, ഈ പാരന്റൽ സ്ട്രാൻഡ് ഇങ്ങോട്ട് വന്നു. ഇനി ഇവിടത്തേലോ, ഈ പാരന്റൽ സ്ട്രാൻഡ് പാരന്റൽ സ്ട്രാൻഡ് നേരെ സെപ്പറേറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു, അഗൈൻ ഇവര് പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യും. പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യുമ്പോൾ എന്താണ്, മീഡിയത്തിൽ നിന്നാണ് എന്തെടുക്കുക, N14 എടുക്കുക. കാരണം എന്താ, മീഡിയത്തിൽ N15 ഇല്ല. അപ്പൊ നോക്കിക്കേ, ഇതിന് നമ്മൾ ഡെൻസിറ്റി, സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ നടത്തിയപ്പോ എന്താ പ്രത്യേകത, പുതിയത് ഫോം ചെയ്യുന്ന DNA സ്ട്രാൻഡിൽ കണ്ടോ, രണ്ടെണ്ണത്തിന്റെ പ്രത്യേകത എന്താണ്, ലൈറ്റ് ടൈപ്പ് ആണ്. കാരണം ഇവരുടെ ഇതിൽ എന്ത് മാത്രമേ ഉള്ളൂ, ശരിക്കും നമുക്ക് ഈ പുതിയത് ഫോം ചെയ്യുന്ന സ്ട്രാൻഡ്, ഇപ്പൊ നമ്മൾ ഇതിലത്തെ ഒരെണ്ണം ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്, ഇത് ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്തു, ഇവര് ഈ മീഡിയത്തിൽ നിന്ന് എന്ത് ചെയ്തു, പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്തു. അപ്പൊ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിന്റെ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ നടത്തിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഹൈബ്രിഡും ലൈറ്റും ഈക്വൽ പ്രൊപ്പോർഷനിൽ കിട്ടി. ഏതൊക്കെയാണ്, നമ്മൾ ഹൈബ്രിഡും അതുപോലെ തന്നെ ലൈറ്റും ഈക്വൽ പ്രൊപ്പോർഷനിൽ കിട്ടി. കാരണം എന്താ, ഇവർ രണ്ടുപേരും എന്താണ്, ഇത് എക്സ്ട്രീമിൽ, ഇതിലെന്താണ്, ഒരെണ്ണം പാരന്റൽ 1 ഉണ്ട്, പാരന്റൽ 1ൽ എന്താ ഉള്ളത്, N14 ആണ് ഉള്ളത്. അതേപോലെ തന്നെ ന്യൂലും എന്ത് വന്നു, N14 വന്നു. അതേസമയം ഇവിടെ എന്താ പ്രത്യേകത, ഇതില്
ഈ പാരന്റൽ വണ്ണിൽ എന്തുണ്ട്? N14 ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഹൈബ്രിഡ് ടൈപ്പ് ആണ്. ഹൈബ്രിഡിൽ എന്താ പ്രത്യേകത? ഈ സ്ട്രാൻഡ് ആണ് വന്നത്. ഈ സ്ട്രാൻഡിന്റെ പ്രത്യേകത എന്താ? ഈ റെഡ് സ്ട്രാൻഡുകളെല്ലാം എന്തായിരുന്നു? റെഡ് സ്ട്രാൻഡുകളെല്ലാം നമുക്ക് എന്താണ്? N15 ആണ്. അല്ല, അത് ഇവിടുന്ന് വന്നതാ. ഇപ്പൊ ഇവിടുന്ന് വന്നതിലൊക്കെ എന്താണ്? N15 ആണ്. ന്യൂ സ്ട്രാൻഡ്സുകളെല്ലാം എന്താണ്? N14 ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഏത് ടൈപ്പ് വന്നു? നമുക്ക് ഹൈബ്രിഡ് ടൈപ്പ് തന്നെ വന്നു. പക്ഷേ ഈ രണ്ടുപേരും എന്തായി? ഇവർ രണ്ടുപേരും ലൈറ്റായി. കാരണം എന്താ? ഇവർക്ക് ഏത് മാത്രമേ ഉള്ളൂ? N14 മാത്രമേ ഉള്ളൂ. ഹൈബ്രിഡിന് എന്താ പ്രത്യേകത? N14 ഉണ്ട്, N15 ഉണ്ട്. ഡിഫറൻസ് കിട്ടിയോ? അതായത് കാരണം എന്താ? ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സ്ട്രാൻഡ് ഏതാണ്? ഇവിടെ നിന്ന് വന്നതാ. ഇവിടെ നിന്ന് വന്നതിലെല്ലാം എന്താ ഉള്ളത്? N15 ഉള്ളത്. അപ്പോൾ ഈ രണ്ട് സ്ട്രാൻഡ്സും സെപ്പറേറ്റ് ചെയ്തു. പക്ഷെ ഇവർക്ക് എന്താ പ്രത്യേകത? ഇവർ ഓൾറെഡി പുതിയത് ഫോം ചെയ്താണ്. എഗൈൻ അത് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്ത്. അപ്പൊ എന്താണ്? ലൈറ്റും ഹൈബ്രിഡും നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ഡെൻസിറ്റിയിൽ കിട്ടി. ഇനി ഒന്നും കൂടി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? ഇതിൽ ഇനിയും മൾട്ടിപ്ലിക്കേഷൻ നടക്കും. മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഈ പ്രൊപ്പോർഷൻ പിന്നെയും മാറി മാറി വരും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? DNA റിപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ്. എന്തുകൊണ്ടാണ് സെമി കൺസർവേറ്റീവ് എന്ന് പറയുന്നത്? ഇപ്പോ ഈ ഫോം ചെയ്ത DNA-ലൊക്കെ കണ്ടോ? ഇപ്പൊ ഈ സ്ട്രാൻഡ് ഇതായി കഴിഞ്ഞപ്പോ എന്താണ്? ഈ രണ്ട് സ്ട്രാൻഡ് ഇവിടെ കൺസർവ് ചെയ്തു അല്ലെ? നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? ഇവര് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോ എന്താണ്? ഇങ്ങനെ കുറെ സ്ട്രാൻഡുകൾ ഇവിടെ പാരന്റൽ സ്ട്രാൻഡ് കൺസർവ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഇവർ എന്ത് ചെയ്തു? ന്യൂ സ്ട്രാൻഡ് ഫോം ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? DNA-യുടെ റിപ്ലിക്കേഷൻ എന്തായിട്ട് പറയാം? നമുക്ക് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ ആയിട്ട് പറയും. DNA-യുടെ റിപ്ലിക്കേഷൻ എന്താണ്? സെമി കൺസർവേറ്റീവ് മോഡായിട്ട് പറയും. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ അതിനു മുന്നേ നമ്മൾ എന്താണ്? വേറൊരു സയന്റിസ്റ്റ് ഉണ്ട്. സയന്റിസ്റ്റിന്റെ പേരാണ് ടെയ്ലർ എന്ന് പറയും. ടെയ്ലറും അദ്ദേഹത്തിന്റെ കുറച്ച് കൊളീഗ്സും കൂടി എന്ത് ചെയ്തു? ഈ സെയിം എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷന്റെ എക്സ്പെരിമെന്റ്. എന്ത് ചെയ്തു? വേറൊരു പ്ലാന്റിൽ, നമ്മുടെ മെസൽസൺ ആൻഡ് സ്റ്റാളിന്റെ എക്സ്പെരിമെന്റ്സിൽ എന്താ ചെയ്തത്? അവര് ഈക്കോളയിൽ ചെയ്തെങ്കിൽ ഇവര് വിസിയ ഫാബ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ ഈ സെയിം എക്സ്പെരിമെന്റ് ചെയ്തു. പക്ഷെ അവിടെ അവർ യൂസ് ചെയ്തത് എന്തായിരുന്നു? അവിടെ N14 N15 ആണ് യൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ എന്താണ്? തൈമിൻ. നമ്മുടെ തൈമിൻ ഏതാണ്? നമ്മുടെ നൈട്രജൻ ബേസ് ആണ്. തൈമിന്റെ തിമിഡിൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ന്യൂക്ലിയോസൈഡ്. അപ്പോൾ ഈ ന്യൂക്ലിയോസൈഡിനെ എന്താക്കി മാറ്റി? തൈമിൻ ന്യൂക്ലിയോസൈഡിനെ റേഡിയോ ആക്റ്റീവ് ആക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സെയിം എക്സ്പെരിമെന്റ് അവർ ചെയ്തു. അപ്പൊ അതിൽ നിന്നും എന്ത് റിസൾട്ട് തന്നെയാണ് കിട്ടിയത്? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് എന്താണ്? DNA റിപ്ലിക്കേഷൻ എന്താണ്? എപ്പോഴും സെമി കൺസർവേറ്റീവ് ആണ്. വൈ ഇറ്റ് ഈസ് കോൾഡ് സെമി കൺസർവേറ്റീവ്? ബിക്കോസ് ന്യൂലി ഫോംഡ് ന്യൂ DNA സ്ട്രാൻഡിൽ എന്തൊക്കെയുള്ളത്? വിച്ച് കൺസിസ്റ്റ് ഓഫ് വൺ പാരന്റൽ സ്ട്രാൻഡ് ആൻഡ് വൺ ന്യൂ സ്ട്രാൻഡ്. അപ്പൊ ഏത് സ്ട്രാൻഡ് ഇവിടെ കൺസർവ് ചെയ്തു? നമ്മുടെ പാരന്റൽ സ്ട്രാൻഡ് കൺസർവ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയുന്നത്? ഈ സ്ട്രാൻഡ് ആണ് ഇവിടെ കൺസർവ് ചെയ്തു. അപ്പൊ കൺസർവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? DNA റിപ്ലിക്കേഷൻ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇറ്റ് ഈസ് കൺസിഡർ ആസ് ദി സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാന്ന് നോക്കിക്കേ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോർഷൻസ് ഒക്കെ പറഞ്ഞ ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞേ? ഇവിടെ നമ്മുടെ DNA-യുടെ മെയിൻ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ് റിപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തേ? ഫസ്റ്റ് നമ്മൾ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി പറഞ്ഞു അല്ലെ? സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ DNA-യിലെ ജനറ്റിക് ഇൻഫോർമേഷന്റെ ഒരു ട്രാൻസ്ഫർ ആണ് അല്ലെ? എവിടെ നിന്ന് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? DNA-ന്ന് mRNA-യിലേക്ക്, mRNA എവിടേക്ക് വരും? നമ്മുടെ പ്രോട്ടീനിലേക്ക്, പ്രോട്ടീൻ സിന്തസിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യും അല്ലെ? അതിൽ നമ്മൾ ഫസ്റ്റ് കാര്യമാണ് പറഞ്ഞത് എന്ത്? DNA-യുടെ റിപ്ലിക്കേഷൻ. എന്താന്നാ പറഞ്ഞത്? DNA റിപ്ലിക്കേഷൻ എപ്പോഴും നമുക്ക് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ ആണ് DNA-യുടെ വരുന്നത്. ആ DNA-യുടെ റിപ്ലിക്കേഷനിൽ സെമി കൺസർവേറ്റീവ് എന്ന് പറയാനുള്ള റീസൺസ് പറഞ്ഞു. എന്താണ് റീസൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് DNA-ൽ ന്യൂലി ഫോംഡ് DNA സ്ട്രാൻഡ് കൺസിസ്റ്റ് ഓഫ് വൺ ഓൾഡ് സ്ട്രാൻഡ് ആൻഡ് വൺ ന്യൂ സ്ട്രാൻഡ്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? അതിന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫ് മെസൽസൺ ആൻഡ് സ്റ്റാളും ഒപ്പം തന്നെ നമ്മുടെ ടെയ്ലർ രണ്ടുപേരും രണ്ട് എക്സ്പെരിമെന്റൽ മെറ്റീരിയലായിരുന്നു ചെയ്തതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് DNA റിപ്ലിക്കേഷൻ. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് വരുന്ന ഒരു പോർഷനാണ്. അതിന്റെ സ്റ്റെപ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു.